ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത ഇതുണ്ടാക്കിയെടുക്കാൻ വെറും 2 ചേരുവ മതി. വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഒരു ബൗളിലേക്ക് മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടെ ചേർത്തിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പാകത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില്ലി ഫ്ലേക്സ് നിർബന്ധമില്ല കേട്ടോ, കുരുമുളക് പൊടി മാത്രം മതിയാവും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് വലിയൊരു ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലൊന്ന് കുറച്ച് കനത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കനത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഓരോ പീസും ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഷാലോ ഫ്രൈ രീതിയിൽ ചെയ്തെടുത്താലും ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് എന്നിട്ട് ഇതിലേക്ക് ഓരോ സ്നാക്കായിട്ട് ഇട്ടത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം കളറൊക്കെ മാറി പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്